ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ പാടത്തിലേക്ക്. വെയിൽ താന്നപ്പോൾ വന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ഇങ്ങോട്ട് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. നാളെ ഞാൻ തിരിച്ച് ആലപ്പുഴയിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ വെയിൽ തന്നപ്പോൾ ഒന്നും കൂടി വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് 3 മണിയാകുമ്പോഴാണ് വന്നത്. അപ്പോൾ പിന്നെ എനിക്ക് വെള്ളം കോരാനും മുറ്റം അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു പണി. അപ്പോൾ പൈപ്പിൽ നിന്ന് വേണം വെള്ളം കോരണമെങ്കിൽ. അപ്പോൾ ചെറുതായിട്ട് വരുന്നുള്ളൂ. അത് കാരണം ഞാൻ ഒത്തിരി നേരം വെള്ളം കോരി. അപ്പോൾ എനിക്ക് പാടത്തേക്ക് വരാനായിട്ട് പറ്റിയില്ല, കാരണം ഇരുട്ടാകാറായി. അപ്പോൾ ഞാൻ വന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. റീൽസ് എടുക്കാനുണ്ട്. ഫോണിൽ നെറ്റ് സ്ലോ ആയി വരുന്നു, അതുതന്നെ എനിക്ക് റീൽസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ റീൽസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. മയിൽ കൂകണ് കണ്ടില്ലേ? അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഷോർട്ടാണെങ്കിലും പിന്നെ ലോങ് വീഡിയോ ഞാൻ കുറവാണ് ചെയ്തത്, ഷോർട്ടാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട്, അതായത് കഴിഞ്ഞ ബുധനാഴ്ച കമ്പനി വർക്ക് നിർത്തിയതാണ്. വ്യാഴം മുതൽ പണി ഉണ്ടായിരുന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഞായറാഴ്ച വരെ വീഡിയോസ് ഉണ്ടാകും. പിന്നെ തിങ്കളാഴ്ച മുതൽ ഞാൻ വീണ്ടും പണിക്ക് പോവുകയാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചിലപ്പോൾ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ ദിവസം ഞാൻ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുമായിരുന്നു. ഇനി വീണ്ടും പോയി കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ പണിക്ക് പോകും. രാവിലെ പോയാൽ നമ്മൾ വൈകുന്നേരം വരുള്ളൂ. പിന്നെ വീട്ടിൽ ഓരോരോ പണികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ റീൽസ് എടുക്കാൻ എനിക്ക് പറ്റിയൊന്നും വരില്ല. പിന്നെന്താ, ഞാനിവിടെ വന്നപ്പോൾ കുറേ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് നടക്കുക തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഫോണും പിടിച്ച് ഇങ്ങനെ നടക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വല്ലപ്പോഴൊക്കെ അല്ലേ വരുള്ളൂ. നമ്മുടെ ഈ കൊയ്ത്ത് പാടങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഒത്തിരി നാളായി കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് കുറേ നാൾ കാണാതെ നമുക്ക് കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും. എത്ര ഫോട്ടോ എടുത്താലും എത്ര വീഡിയോ എടുത്താലും നമുക്ക് മതി വരില്ല. അപ്പം ഇവിടെ ഉള്ളവർക്ക് അതിൻ്റെ ഇത് അറിയില്ല. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കുറേ നാളുകൾക്ക് ശേഷം നമ്മളത് കാണുമ്പോൾ നമുക്ക് എന്താ ഒരു പ്രത്യേക ആർത്തിയായിരിക്കും. ഇവിടെ എത്ര കണ്ടാലും മതിയായില്ല, എത്ര ഫോട്ടോസ് എടുത്താലും മതിയാവില്ല. അത് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് സംഭവിച്ചത്. ഈ കൊയ്ത്ത് പാടം ഞാൻ എപ്പോൾ വരുമ്പോഴും ഇവിടെ കൊയ്യാറായിട്ടുണ്ടാകും. അല്ലെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ വരാറുള്ളൂ. കൊയ്ത്ത് പാടം കണ്ടിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിനി അടുത്തത് നിങ്ങളോട് പറയാനുള്ളത് ഒരു പാമ്പിൻ്റെ കഥയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകാതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്കൊന്നും ആ ഭാഗത്തേക്കൊന്നും പോകാതിരിക്കുന്നത്. അപ്പോൾ ഒരു പാമ്പ് കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പായിട്ട് എനിക്കൊരു കഥ എഴുത്തുകാരനുണ്ട് കേട്ടോ. സബീഷ് ഗുരുതിപ്പാല എന്നാണ് പേര്. അപ്പോൾ പുള്ളിക്കാരന് ആളുടെ വീട്, അപ്പോൾ ആൾ തൃശ്ശൂരാണ് വീട്. അപ്പം നമ്മൾ എല്ലാ ജില്ലകളിലും കഥയുടെ പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട്. ചെറിയ കഥ എഴുത്തുകാരുടെ കൂട്ടായ്മ നടക്കാറുണ്ട് എല്ലാ ജില്ലകളിലും. അപ്പം നമ്മുടെ പാലക്കാട് കഥാ കൂട്ടായ്മ പാലക്കാട് ജില്ലയിലുണ്ടായപ്പോൾ അപ്പോൾ എന്നെ പരിചയപ്പെട്ട നാൾ മുതൽ പാലക്കാട് കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പോവുകയും അവിടെ കുറേ കഥ എഴുത്തുകാരുടെ ബുക്കുകൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. പക്ഷേ എൻ്റെ ആ ഒരു ഫ്രണ്ട് എനിക്ക് എപ്പോഴും വായിക്കാനായിട്ട് കുറേ ബുക്കുകൾ ഫ്രീ ആയിട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊക്കെ ചെറിയ കഥകളൊക്കെ എഴുതാറുണ്ട്, വലിയ കഥകളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ കഥയൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ കഥ വായിക്കാനും ഒക്കെ ആയിട്ടാണ് പോയത്. ഇത് വായിച്ചിട്ട് എന്നെ വട്ടാണെന്ന് പറയരുത് കേട്ടോ. പറഞ്ഞപ്പോൾ സുഷമേ, ഈ ചെറിയ വട്ടുള്ളവരാണ് പിന്നീട് നല്ല കഴിവുള്ള നല്ല സിനിമകളും നല്ല കവിതകളൊക്കെ വരുന്നത്. ഇങ്ങനെ നമുക്ക് വട്ടുണ്ടാകുമ്പോഴാണെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു സുഹൃത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഈ കഥാകൂട്ടായ്മയിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ വീടിന് അടുത്തുള്ള പാടം കാണണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വീടെത്തിക്കഴിഞ്ഞ് ഇത്തിരി നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 4-5 മണിയാകുമ്പോൾ ഞാൻ പാടം കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഭാഗത്തല്ല, നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് വന്നത്. അതായത് ആ പാടവരമ്പ് എന്ന് പറയുന്നത് നിറയെ പാമ്പുള്ളൊരു വരമ്പാണ്.
അതെനിക്കറിയില്ല ഫ്രണ്ട്സ്. ഞാനിങ്ങനെ പാടം കാണാനായിട്ടൊക്കെ ഇങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പോൾ ഈ വെയിൽ കായാനായിട്ട് പാമ്പ് വരുന്നതാണ്. അങ്ങനെ ഞാനിങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ, അന്നും എനിക്ക് ഇതുപോലെ പാട്ട് പാടൽ പരിപാടി എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളതാണ്. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും എപ്പോഴും സദാസമയം ഇങ്ങനെ പാട്ട് പാടുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ വരമ്പിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. നടക്കുമ്പോൾ ഒരു നീളത്തിൽ ഒരു പാമ്പ് ഇങ്ങനെ കിടക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ അത് ചത്ത് കിടക്കണമെന്നേ തോന്നുള്ളൂ. അപ്പം ഞാനത് ചാടിക്കടന്നു. അത് ചത്തതാണോ അത് ചാകാത്തതൊന്നും നോക്കിയില്ല. അതിങ്ങനെ അനങ്ങാണ്ട് കിടക്കണു, മലർന്നിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്. അപ്പം ഞാൻ അത് ചത്ത് കിടക്കുകയായിരിക്കും എന്ന് കരുതി ചാടിക്കടന്നിട്ട് ഇത്തിരി അവിടെ നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പാമ്പ് അരിച്ചു പോകണം. അതൊരു മൂർഖൻ പാമ്പായിരുന്നു കേട്ടോ. ജീവനും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടി. വീടെത്തിയിട്ട് ഞാൻ അമ്മയോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, അമ്മയോടും ചെറിയച്ഛൻ്റെ ഭാര്യമാരോടൊക്കെ പറഞ്ഞപ്പോൾ നിറയെ പാമ്പുള്ളൊരു വരമ്പിലാണ് നീ പോയി നിന്നതെന്ന്. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ പാടം കാണാനായിട്ട് പോയിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിനെ. പാമ്പ് കടിച്ച് മരിച്ചു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വാർത്ത വെറുതെ വരുത്തണ്ടല്ലോ. അപ്പോൾ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതോട് കൂടിയിട്ട് പാടം കാണൽ ഞാൻ ഇത്തിരി പേടിയാണ് എനിക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. പണിക്ക് പോയിട്ട് വീടെത്തി തോന്നുന്നു. അപ്പോൾ നാളെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് കുറച്ച് സാധനം പറഞ്ഞ് എന്തോ ഒന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോകാനായിരിക്കും ഫ്രണ്ട്സ് വിളിക്കുന്നത് തന്നെ. അപ്പം പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ പെറുക്കിയെടുത്ത് കൊണ്ടുപോകണം അല്ലേ. അരിയോ പിന്നെ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്താ ഉള്ളത്, അത് നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നമുക്ക് എത്ര പെറുക്കിയെടുത്ത് കൊണ്ടുപോയാലും മതിയാവില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാതിരുന്ന സമാധാനം ഉണ്ടായില്ല. അപ്പം അച്ഛൻ കുരുമുളകൊക്കെ വെച്ചിട്ട് ഉള്ള ആളാണ്. അപ്പോൾ നിറയെ കുരുമുളകുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുരുമുളകൊക്കെ ഞാൻ പാത്രത്തിലാക്കി വെച്ചു. പിന്നെ വാളംപുളി ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതാണ് വാളംപുളി. അപ്പം അത് ഞാൻ കുറച്ച് പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും വേണമെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിത്തരാൻ വേണ്ടി എന്നെ വിളിക്കുകയാണ് ഫ്രണ്ട്സ്. അതുപോലെ എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോകാം, ഒരു റീൽസൊക്കെ എടുത്തിട്ട്. ഫ്രണ്ട്സ്, 2 മയിൽപ്പീലികൾ പാടത്ത് കിടക്കുന്നു ഫ്രണ്ട്സ്. എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. പാടത്ത് വെള്ളം ഉണ്ടോയെന്നറിയില്ല. പാടത്ത് വെള്ളമൊന്നുമില്ല. അപ്പോൾ കണ്ടോ 2-3 പീലികളുണ്ട്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. 2-3 പീലികളുണ്ട്. അപ്പോൾ ഞാനത് എടുക്കാനായിട്ട് ഒന്ന് ഇറങ്ങിക്കോട്ടെ ഫ്രണ്ട്സ്. കാലിൽ ചേറായിരിക്കും ഫ്രണ്ട്സ്. തേങ്ങയൊക്കെ കിടക്കുന്നുണ്ട്. ആരെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ചീത്ത പറയൂ? ചീത്തയൊന്നും പറയില്ല, എന്നാലും എനിക്കൊരു പേടി. വരമ്പ് അത് നമുക്കൊന്ന് ഇറങ്ങിയെടുത്താലോ ഫ്രണ്ട്സ്? പെട്ടെന്ന് തന്നെ ഇറങ്ങിയെടുക്കാം. ഷാൾ അയച്ചു വെക്കട്ടെ. മൂന്ന് പീലികളുണ്ട്. ഞാൻ ഇറങ്ങിയെടുക്കുകയാണ് കേട്ടോ. ചേറാണ് ഇവിടെ. അങ്ങനെ കണ്ട ചേറാണ്. അയ്യോ, പൂന്തുണു ഫ്രണ്ട്സ്, പൂന്തുണു. അപ്പം ഞാൻ 3 പീലികൾ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. കണ്ടില്ലേ, കാലൊക്കെ പൂന്തിയിട്ട് വയ്യ. നീ കണ്ടില്ലേ പീലി? 3 പീലികളുണ്ട്. ഞാനത് എടുക്കാനായിട്ട് വരികയാണ് കേട്ടോ ഫ്രണ്ട്സ്. 3 ആരെങ്കിലും കണ്ട ചീത്ത പറയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ 3 പീലി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേതാ പീലി? തേങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. 2 തേങ്ങകൾ വീണ് കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ തേങ്ങ എടുക്കണോ നമുക്ക്? എനിക്ക് പേടിയാണേ. അപ്പുറത്തെ കണ്ടത്തേക്ക് വീണു ഫ്രണ്ട്സ്. 4 പീലികൾ കിട്ടി കേട്ടോ. 4 പീലികൾ കിട്ടി എനിക്ക്. അപ്പോൾ ഇത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും. അച്ഛനെ വേണമെന്നറിയില്ല. അച്ഛനെ വേണമെങ്കിൽ അച്ഛന് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു തേങ്ങയും കൂടി വീണ് കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ 2 തേങ്ങയും കൂടി കൊണ്ടുപോകാം. അയ്യോ, എൻ്റെ കാല് മൊത്തം അയ്യോ ഫ്രണ്ട്സ്, 4 പീലി കിട്ടി എനിക്ക്.
കണ്ടില്ലേ ഇവിടെ നിറയെ മയിലുള്ളതാണ്. ഇത് അതാ ഒരു പീലി ഇരിക്കണോ, 5 പീലി 6 പീലിയായി ഫ്രണ്ട്സ്. പക്ഷെ ഇതിൻ്റെ ഈ പീലിയുടെ ഇതില്ല, ഇങ്ങനെ ഇല്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാ ഒന്ന് കിടക്കണോ, കാല് മുഴുവൻ ചേരായി ഫ്രണ്ട്സ്. ഇത് അതാ ഒന്ന് കിടക്കണു ഫ്രണ്ട്സ്. ഇനി എനിക്ക് പാടത്ത് ഇറങ്ങാൻ വയ്യ, ഇവിടെ തവളകളൊക്കെ ചാടുകയാണ്. ഇതാ ഒന്ന് കിടക്കണു കണ്ടോ. അപ്പം 2 തേങ്ങ കിടക്കണ്ട, അതെങ്ങനെ കൊണ്ടുപോകും ഫ്രണ്ട്സ് ഞാൻ. ഇനിയുണ്ടോ പീലികൾ? ഇതേ കണ്ടില്ലേ പീലി ഫ്രണ്ട്സ്. അപ്പോൾ ഇനി എന്താ സംസാരിക്കാനുള്ളത് ഫ്രണ്ട്സ്? ഇതേ ഞാൻ എടുത്ത അവിടെ തന്നെ ഒരു പീലിയും കൂടി കിടക്കണു, അത് വേണ്ട, ഞാൻ ഇറങ്ങുള്ളൂ. ഇതേ അതാ ഒന്ന് കിടക്കണു ഫ്രണ്ട്സ്, അത് നല്ല കണ്ണുള്ള പീലിയാണ്. ശോ, എനിക്കിനി ഇറങ്ങാൻ ഒന്നും കൂടി ഇറങ്ങട്ടെ. ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇറങ്ങണത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണ് വീണ്ടും താഴെ വീണാലോ. അത് കാരണം പിന്നെ അത് തന്നെ പീലി എടുക്കുന്നത് തന്നെ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ ലോങ് ആയിക്കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. നമുക്കിനി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സംസാരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് 2 തേങ്ങയും പീലിയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. ഇത് അവിടെ ഒരു തേങ്ങ വീണ് എടുക്കുന്നുണ്ട്, അതെനിക്ക് എടുക്കാൻ വയ്യ ഫ്രണ്ട്സ്. തേങ്ങയ്ക്കൊക്കെ എന്തൊരു ചിലവാണ് അറിയോ ഫ്രണ്ട്സ്. നമ്മുടെ ഇവിടെ വീട്ടിൽ അച്ഛൻ തനിച്ചേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ ചോറും കറിയൊക്കെ, അച്ഛൻ അങ്ങനെ കറിയൊന്നും അധികം തേങ്ങ അരച്ചൊന്നും വയ്ക്കാറില്ല കേട്ടോ. അച്ഛനൊരു വല്ലപ്പോഴും ഒരു കറി വയ്ക്കാറുള്ളൂ, അച്ചാറോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കൂട്ടിയിട്ട് അച്ഛൻ കഴിക്കാറുള്ളൂ കേട്ടോ. പപ്പടം വറുത്തിട്ടോ അങ്ങനെയൊക്കെ. അമ്മയുള്ള സമയത്താണ് എന്നും കറിയൊക്കെ വയ്ക്കാറുള്ളൂ. നമ്മുടെ വീട്ടിൽ അങ്ങനെ വയ്ക്കാറില്ല. അപ്പോൾ വീട്ടിൽ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തന്നു വിടുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പം അച്ഛന് തേങ്ങ വേണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. മയിൽപ്പീലി അതെങ്കിൽ അച്ഛന് വേണമെങ്കിൽ എടുത്തോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും കേട്ടോ മയിൽപ്പീലി. അതെൻ്റെ കയ്യിലുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നും കൂടി എല്ലാവരും കണ്ടു കേട്ടോ. അങ്ങനെ പാടത്ത് നിന്നും ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ നാളെ കാലത്ത് ഞാൻ നേരത്തെ പോകും കേട്ടോ. അച്ഛന് പണിയുണ്ടെങ്കിൽ അച്ഛൻ പണിക്ക് പൊക്കോട്ടെ. അപ്പോൾ എന്നെ കുഴൽമന്നം വരെ അച്ഛൻ വണ്ടിയിൽ കൊണ്ടാക്കി തരും. അവിടെ തന്നെ ബസ് കയറ്റി വിട്ടതിന് ശേഷം അച്ഛൻ പണിക്ക് പോകുള്ളൂ കേട്ടോ. ഈ ടോ എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ്. എൻ്റെ സംസാരം നമ്മുടെ പാലക്കാടും സംസാര രീതിയൊന്നുമല്ല, എവിടത്തേക്കോ സംസാര രീതി കൂട്ടിച്ചേർത്തിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ടോ എന്ന് പറഞ്ഞ് അതൊരു ശീലമായിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.